അപ്പോൾ ആജ്ഞാചക്രം എന്ന് പറയുന്നത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിന് കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന ഇതാണ്, കൺട്രോൾ സെൻ്ററാണ്. നമ്മുടെ ഹാർമോണൽ സിസ്റ്റത്തിൻ്റെ കൺട്രോളിലിരിക്കുന്നത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലാണ്. പിറ്റ്യൂട്ടറി, പീനിയൽ, ഹൈപ്പോതലാമസ് ഇത് മൂന്നും കൂടി ചേർന്നിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ നമ്മൾ ഇന്നലെ സംസാരിച്ച കൂട്ടത്തിൽ അമിഗ്ഡാലയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ അമിഗ്ഡാലയിലാണ് ഈ സെൻസ് ചെയ്യും ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈസിസ് ഉണ്ടോ ഇല്ലയോ. അത് ഈ ക്രൈസിസ് മാനേജ്മെന്റിനുള്ള സിസ്റ്റമാണ്. അത് സെറ്റ് ചെയ്ത ഉടനെ ലിംബിക് സിസ്റ്റത്തിൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയും ഇത് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് അടുത്ത ഇൻഫർമേഷൻ പോകും. നമ്മുടെ സൂപ്പർ ഓർഗനൽ ഗ്ലാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഉടനെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ബ്ലഡിലേക്ക് പമ്പ് ചെയ്തു. ആ ക്രൈസിസ് മാനേജിന് വേണ്ടി പെട്ടെന്ന് ബോഡിയുടെ കെമിസ്ട്രി എന്ന് മാറും, പിന്നെ അടിക്കണം അല്ലെങ്കിൽ ബോഡി രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തയ്യാറായി. അപ്പോൾ ഇതെല്ലാം ഈ പിറ്റ്യൂട്ടറി, പീനിയൽ, ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ആജ്ഞാചക്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗൻസ്. അത് പണ്ടേ അറിയാം. അതുകൊണ്ടാണ് ഇതിന് പേരിട്ടത് ആജ്ഞ, കമാൻഡ് സെന്റർ അല്ലേ. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും ഈ പരിപാടിയെല്ലാം ചെയ്യും. ഇതിന് പേരും അങ്ങനെ തന്നെ ഇട്ടിരിക്കും. അപ്പോൾ പിന്നെ മോഡേൺ സയൻസ് ഈ അടുത്ത കാലത്ത് പേരിട്ടിട്ടുണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ദ എൻഡോക്രൈൻ ഓർക്കസ്ട്ര. അങ്ങനത്തെ ഇങ്ങനെ കാണിക്കില്ല ഒരാൾക്കിരുന്ന് അയാളാണ്. അതാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ആജ്ഞാചക്രം നമ്മൾ താഴെ അസെൻഡ് ചെയ്ത് വരിക. നമ്മൾ എർത്തിലി അവയർനെസ് കിടക്കുന്ന മനുഷ്യൻ വളരെ സ്റ്റബണായിട്ട് ഇവിടെ ജീവിക്കുക. ഞാനും എൻ്റെ സൗഖ്യവും വേണമെങ്കിൽ ചില ഫാമിലിയെ കൂടെ നോക്കാട്ടെ. അവിടെയാണ് ശരിക്കും വന്ന് കൊണ്ട നമുക്ക് ഇൻസെക്യൂരിറ്റി ആയിട്ട് 4 ഡയലോഗ് അടിച്ച് അതങ്ങ് പോയി കിട്ടും. ഫാമിലിയൊക്കെ അങ്ങ് പമ്പാടുന്നു. പിന്നെ ഏത് ഫാമിലി നിന്നാണെന്ന് നോക്കുന്നത്. എനിക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് കോടതി കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. അപ്പം നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യം കണ്ടില്ലേ, നമ്മുടെ ഈ പ്രോപ്പർട്ടി, നമ്മുടെ ശരീരം ഇതിനൊക്കെ തൊടുന്ന സമയത്താണ് എർത്ത് എലമെന്റ് സ്റ്റിമുലന്റ് ആവുകയും ആ സമയത്ത് നമ്മുടെ അഗ്രഷൻ എല്ലാം അതിനകത്ത് വരും, ഇൻസെക്യൂരിറ്റി വരും. സെക്കൻഡ് ചക്രയിൽ ഫാമിലി കയറി പിടിക്കുമ്പോൾ ഫാമിലി നമ്മളെ കയറി പിടിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഈ ഇൻസെക്യൂരിറ്റി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ഇന്റലക്ച്വൽ സാധനത്തിൽ കയറി പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു അത് തന്നെ സംഭവിക്കും. ഐഡിയോളജിക്കൽ റിഫ്റ്റ് ഉണ്ടാവും. ഭയങ്കര ക്രൈസിസാണ്. മറ്റേതിനേക്കാളും ഒക്കെ പ്രശ്നം. മറ്റൊന്നും വലിയ പരിപാടി കൊണ്ടാൽ പിന്നെ അങ്ങ് മറന്നാൽ പോയി. ഇതങ്ങനെ മറക്കത്തൊന്നുമില്ല. കാരണം ചലഞ്ച് ചീത്ത വെച്ചിട്ട് പോയിരിക്കാം, കാണിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഇത് പോണത്. അപ്പം ഇതിൻ്റെ ഈ കൺട്രോൾ സെറ്റ് എന്ന് പറയുന്നത് ആ ലിംബിക് സിസ്റ്റത്തിൽ ആയിട്ടാണ് നമ്മൾ ആജ്ഞാചക്രത്തിനെ പ്ലേസ് ചെയ്ത് വെച്ചത്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ട്രിഗർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങാൻ അത് കൊടുക്കാൻ ഏത് ഗ്ലാൻഡാണ് ഇത് ഫങ്ഷൻ ചെയ്യണമെന്നുള്ളത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ ഹാർമോണൽ സിസ്റ്റം എല്ലാം നമ്മുടെ ചക്രയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജെനിറ്റൽ ഏരിയയിൽ വരുന്ന ഹാർമോൺ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ സാധനങ്ങളുണ്ടല്ലോ, സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് പാൻക്രിയാസും ഒക്കെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ സൂപ്പർ ഓർഗനൽ ഗ്ലാൻഡ്. അത് കഴിഞ്ഞിട്ട് തൈമസ്, ഇപ്പോൾ വലുതായിട്ട് ആ ഓപ്പറേറ്റില്ല, വളർന്നു പോയി. അത് കാരണം അത് മാറ്റി വെച്ചിരിക്കുകയാണ്. പച്ചായിരിക്കുമ്പോഴേ അത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ത്രോട്ടിലാണ് നമുക്ക് 2 ഹാർമോണൽ ഗ്ലാൻഡ്സ് ഉള്ളത്, തൈറോയിഡും പാരാതൈറോയിഡും അവിടെ. പിന്നെ ഈ പിറ്റ്യൂട്ടറി കൺട്രോൾ സെൻറ്ററിൽ പിറ്റ്യൂട്ടറി കിടപ്പുണ്ട്, അതിൽ പീനിയൽ ഗ്ലാൻഡ്. ഇതാണ് ഈ ചക്രത്തിൻ്റെ ബേസിൽ കിടക്കുന്നത്. പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ആജ്ഞാചക്രത്തിനും പിനിയൽ എന്ന് പറയുന്നത് സോമചക്രത്തിനുമാണ് പ്ലേസ്. അപ്പം അങ്ങനെയാണ് ഈ ഹാർമോണൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് ചക്രയെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് അവയർനെസ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ബാക്കി നമുക്ക് വന്നതെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് പഠിച്ചല്ലേ സയൻസിന് പോകാൻ പറ്റും. ഇത് മറ്റേതായിരിക്കില്ല, ഈ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ എഴുതിയിട്ടാണ്. അപ്പോൾ ഈ ആജ്ഞാചക്രം വരുന്ന സമയത്ത് നമ്മൾ ഈ ബേസ് സ്ഥലത്ത് കിടന്ന എർത്തിലി ആയിട്ട് കിടന്ന മനുഷ്യൻ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ എർത്തിലി നേച്ചർ കൊണ്ട് ഈ സ്റ്റബേൺനെസ് കൊണ്ട് ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് ഇവിടെ നിൽക്കാൻ നോക്കില്ല, നമ്മൾ സോഷ്യൽ ബീയിങ് ആണെന്നുള്ള അവയർനെസ് വന്നു എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ ആൾ പറഞ്ഞാണ് ഹ്യൂമൻ ബീയിങ് എന്നാൽ മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. എല്ലാ ആനിമലും സോഷ്യൽ ബീയിങ് ആണ്. സോക്രട്ടീസാണ്, സത്യമല്ലേ? അങ്ങനെ നമ്മൾ അവിടെ നിന്നിരിക്കുന്ന സ്ഥലത്തുനിന്ന് പതുക്കെ സൊസൈറ്റിയുടെ ലെവലിൽ നിന്ന് നമ്മളടുത്ത് ഇൻ്റലക്ച്വൽ ലെവലിലേക്ക് പോയി അവിടെ നിന്ന് ഇമോഷണൽ ലെവലിലേക്ക് വേറെ ഹാർട്ട് സെൻ്റർ. അത് കഴിഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാം എന്ന ഒരു ഐഡിയ വന്നു. അതാണ് എവല്യൂഷനിൽ വന്നത്.
മറ്റേ നമുക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ തിരിച്ചു മടക്കി നോക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതെന്ന്. ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമുക്ക് പിന്നെ വന്നതാണ്. ആ ബ്രെയിനൊക്കെ പിന്നെ ഡെവലപ്പ് ചെയ്താണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറി വന്നു. അതും കഴിഞ്ഞപ്പോഴത്തേക്കും വിശുദ്ധ ചക്രത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അത് റെഡിയായി. നമ്മൾ തിരിച്ചു മടങ്ങാൻ പറ്റും, അകത്തോട്ട് നോക്കാൻ പറ്റും എന്നുള്ള ഡെവലപ്മെൻറ്റ് പിന്നെ വന്നതാണ്. ആദ്യം ആ ഡെവലപ്മെൻറ്റ് ഇല്ല ജന്തുക്കളുടെ ബ്രെയിനിൽ. നമ്മളെ തന്നെ നോക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് വിശുദ്ധ ചക്രത്തിൽ വന്ന് കയറി. അതോടുകൂടി മനുഷ്യൻ്റെ ഒരു ഫോമിലേക്ക് നമ്മൾ മാറി, ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, നോക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. അങ്ങനെ നോക്കി വന്ന് അങ്ങനെ അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് അവിടെ ഉണ്ട്. ആ അവയർനെസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ആ എക്സിസ്റ്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ആ എക്സിസ്റ്റൻസ് നിൽക്കുന്നതും എന്ന്. ഒരാൾ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ. ആ ക്രിയേറ്റ് ചെയ്ത സാധനം എന്ന് പറയുന്നത് ഒരു നോളജ് ഇല്ലാതെ ക്രിയേഷൻ പോസിബിൾ അല്ല. ബേസിക് ആയിട്ടുള്ള ഏതോ പ്രൈമോഡിയൽ നോളജിനെ കുറിച്ചാണ് പറയുന്നത്. ആ നോളജാണ് നമ്മുടെ സത്വ പ്രിൻസിപ്പിളിൻ്റെ ബേസിക് ഘടകം. നോളജ്, ക്ലാരിറ്റി ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 കാര്യം പറയാം. അതിനെയാണ് സത്വ ക്വാളിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ട് ആജ്ഞാചക്രത്തിൽ കണക്ട് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് ഇവോൾവ് ചെയ്താണ് പാഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻറ്റ്. നോളജ് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള നോളജ് അതിൽ എംബഡഡ് ആയിരുന്നത് കൊണ്ട് അത് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പാർട്ടികളോ വേവോ ഒക്കെ ഉണ്ടായി. പിന്നെ അതങ്ങനെ വികസ്വരമായി. അപ്പോൾ മൂവ്മെൻറ്റ് ആൻഡ് പാഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിലൊക്കെ ഇപ്പോൾ ഒരു കാര്യം തോന്നിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മൂവ് ചെയ്യുക. അത് തോന്നിക്കുന്ന പാഷൻ ഉണ്ടാവുക, അതിലേക്ക് മൂവ് ചെയ്യുക, അപ്പോൾ മൂവ് ചെയ്യുക. ഇത് ഉള്ളതാണ്. അപ്പോൾ അതിനെ രാജസിക് ക്വാളിറ്റി എന്ന് പറയും. പിന്നെ അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്തോ ചെയ്തിട്ട് നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. ഈ മനസ്സിലായി കഴിഞ്ഞാൽ ഈ മനസ്സിലായ കാര്യത്തിനെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്ത് ഒരു ബോക്സിനകത്തിട്ട് പൂട്ടിയും കഴിക്കും. ഇതാണ് മെമ്മറി. അറിഞ്ഞ കാര്യത്തിനെ പൂട്ടി വയ്ക്കും. അത് സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റാഗ്നേറ്റഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ താമസിക് ക്വാളിറ്റി, പാഷൻ ടു മൂവ്, മൂവ്മെൻറ്റ് എന്ന് പറയുന്ന രാജസിക് ക്വാളിറ്റി. ആ സ്റ്റാഗ്നൻ്റായി ഈ മെമ്മറിയെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്, അതിനെയാണ് നമ്മൾ താമസിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഇരുട്ടൊന്നല്ല, അത് അനങ്ങാതിരിക്കണം. ഒരു ട്രിഗർ കിട്ടുമ്പോൾ ആ സാധനം പൊങ്ങി വരും. ഇത് കമ്പയർ ചെയ്ത് കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടി മെമ്മറിയിൽ ആ സാധനത്തിലെ പാഷൻ കൊണ്ട് അതിലേക്ക് മൂവ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ശ്രമം അവിടെ മനസ്സാരംഭിക്കും. അതിനെ രാജസിക് ക്വാളിറ്റി എന്ന് പറയും. അതിൻ്റെ ഫലമായി നോളജ് സിന്തസൈസ് ചെയ്തെടുക്കുന്നതിന് സാത്വിക് ക്വാളിറ്റി. അപ്പോൾ സത്വഗുണം, രജോ ഗുണം അതിൽ നിന്ന് ട്രിഗർ കിട്ടി അതിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മൾ കാര്യം സിന്തസൈസ് ചെയ്തിട്ടുള്ള ഇതിനെ എടുത്ത് മെമ്മറിയിൽ സ്റ്റാഗ്നേറ്റ് ചെയ്തു. സ്റ്റാഗ്നേഷനാണ് താമസിക് ക്വാളിറ്റിയുടെ നേച്ചർ. ഇങ്ങനെ ഈ 3 ക്വാളിറ്റിയും കൂടെ ഇരിക്കുന്ന സീറ്റിനെയാണ് നമ്മൾ ആജ്ഞാചക്രം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ ബേസിലേക്ക് നമ്മൾ എലമെൻ്റൽ നേച്ചർ കഴിഞ്ഞിട്ട് ക്വാളിറ്റിയിൽ നിന്നാണ് എലമെൻ്റ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ കുണ്ടൽ യോഗത്തിൽ അവർ വർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സൈക്കോളജിക്കലായിട്ട് നമ്മൾ വന്നിടത്തേക്കുള്ള നടക്കയാണ്. ആ എർത്ത് എലമെൻറ്റിൻ്റെ സ്റ്റബേൺനെസ്സിൻ്റെ മാറി വാട്ടർ എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിയിലൂടെ ഫയർ എലമെൻറ്റിൻ്റെ ബ്രില്യൻസിലൂടെ കടന്ന് എയർ എലമെൻറ്റിൻ്റെ എക്സ്പാൻഷൻ മൂവ്മെൻറ്റിലൂടെ കടന്ന് നമ്മൾ ഇതിൻ്റെ സോഴ്സിലേക്ക് ചെന്ന് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എലമെൻറ്റിൻ്റെ ബേസിലേക്ക് തിരിച്ചു പറയും. ആ എലമെൻറ്റ് വന്നത് ഈ പറഞ്ഞ 3 ക്വാളിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ കടക്കുന്നിടത്താണ് ഈ ആജ്ഞാചക്രം വർക്ക് ചെയ്യുന്നത് എന്ന് അവർ കണ്ടു. ആ ആജ്ഞാചക്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് ഒരു ഇൻസ്പിറേഷൻ അകത്തുനിന്ന് വരിക. ഈ ഇൻസ്പിറേഷൻ എങ്ങനെ വരണം എന്നുള്ളത് അവരുടെ ഡിസൈൻഡാണ്. അതാണ് ആ നോളജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുണ്ടായി. അതിനെയാണ് നമ്മൾ ഈ സത്വ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് പാഷൻ ടു മൂവ് ഉണ്ടായി. എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അത് മനസ്സിലാക്കി കാലം കൊണ്ട് ഡെവലപ്പ് ചെയ്തായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ താമസിക് ക്വാളിറ്റിയിലേക്ക് പോകും. ഇത് 3 കൂടെയാണ് ആജ്ഞാചക്രത്തിൻ്റെ ബേസായിട്ട്. അപ്പോൾ അത് എല്ലാം എവിടെ നിന്നാണ് സംഭവിക്കുന്നത്, ഇത് എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതും അത് ഉണ്ടായോ എന്ന് നോക്കുകയും ചെയ്യുന്നത് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ആജ്ഞാചക്രമാണ്. അതൊരു കമാൻഡ് കൊടുത്തിട്ട് ആ കമാൻഡ് നടന്നു എന്നത് നോക്കിക്കൊണ്ടിരിക്കും. അത് നടന്നില്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് അത് കൊടുക്കാനുള്ള കമാൻഡുകൾ കൊടുത്തുകൊണ്ടേ. അതാണ് കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത്, ആജ്ഞ എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ ചക്രത്തിൻ്റെ സിസ്റ്റം അവർ ഒരു പ്രത്യേക ഫോർമാറ്റിലാണ്, ചിത്രത്തിൻ്റെ ഫോർമാറ്റിലാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിൾസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ലാംഗ്വേജാണ്. അപ്പോൾ ആ സിമ്പിൾസിൽ എങ്ങനെയാണെങ്കിൽ 2 വലിയ പെറ്റൽസാണ് ഈ ആജ്ഞാചക്രത്തിലുള്ളത്. 2 വലിയ പെറ്റൽസ്, അപ്പുറം ഇപ്പുറം 2 പെറ്റൽ, ഒരു സർക്കിളിന് ചുറ്റും 2 പെറ്റൽസ് ഇങ്ങനെ ഇരിക്കുക. കണ്ടിട്ടുണ്ടല്ലോ ആ പടം? ഒരു സർക്കിള് അതിൻ്റെ സൈഡിലായിട്ട് 2 പെറ്റൽ ഇങ്ങനെ ഇരിക്കുക. ഇതിൻ്റെ നടുക്ക് ഒരു ലിംഗം, അങ്ങനെ ഒരു ലിംഗം ഉണ്ട്. ആ ലിംഗം റെപ്രസെൻറ്റ്സ് ദ കോൺഷ്യസ്നെസ്. ആ ലിംഗത്തിനകത്ത് 2 ഡയറ്റീസിനെ കൂടെ ചേർത്ത് ഒരു ഡയറ്റി ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഡയറ്റിയുടെ സെപ്പറേറ്റ് ആയിട്ടാണ് താഴത്തെ ചക്രങ്ങളിൽ. ഒരു മാസ്കുലിൻ ഡയറ്റി, ഒരു ഫെമിനൈൻ ഡയറ്റി. ഫെമിനൈൻ ഡയറ്റി റെപ്രസെൻറ്റ്സ് പവർ ഓഫ് അവയർനെസ്, മാസ്കുലിൻ ഡയറ്റി റെപ്രസെൻറ്റ്സ് കോൺഷ്യസ്നെസ്. അത് രണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവയർനെസ്സും നമ്മുടെ ബോധവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ചക്രങ്ങളിലൂടെ കടന്ന് പോകുമ്പോൾ ഡെവലപ്പ് ചെയ്ത് ആജ്ഞാചക്രത്തിലേക്ക് എത്തുമ്പോൾ ഇത് രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ബോധവും കോൺഷ്യസ്നെസ്സും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ റീറ്റൈനിങ് സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി. അതാണ് ഈ അർത്ഥനാരീശ്വര കോൺസെപ്റ്റ്. ബോധവും അറിവും കൂടെ ചേർന്നിരിക്കുക. അതാണ് ഈ ആജ്ഞാചക്രം നോക്കിയാൽ ആ സർക്കിളിനകത്ത് വലിയ ശിവലിംഗം. ബേസ് ചക്രയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ശിവലിംഗം. ആ ചെറിയ ശിവലിംഗം വളർന്നാണ് ഈ വലിയ ആ ഹോൾ ചക്രത്തിനെ ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു ലിംഗമായിട്ട് മാറുക. ലിംഗം എന്ന് പറഞ്ഞാൽ സീഡ് ഓഫ് കോൺഷ്യസ്നെസ്. ബേസ് ചക്രയിൽ ഇരുന്നത് ഒരു ചെറിയ സീഡ് പോലെ, തരി പോലെ ഇരുന്ന സാധനം വളർന്ന കോൺഷ്യസ്നെസ് ഭയങ്കര വൃത്തായി മാറുക എന്ന് വെച്ചാൽ നമ്മുടെ അവയർനെസ്സിന് കോൺഷ്യസ്നെസ് എന്താണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുക ഈ യാത്രയിൽ. അത് മനസ്സിലായി, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ബോധവും ജ്ഞാനം അറിവും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ഇരിക്കുകയും അറ്റ് ദ സെയിം ടൈം ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യും. അതിനാണ് അർത്ഥനാരീശ്വര കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് രണ്ടും കൂടെ പിന്നെ മെർജ് ചെയ്യാം. ആജ്ഞാചക്രത്തിൽ വെച്ച് അവർ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരാനോർമൽ പവേഴ്സ് എന്നൊക്കെ പറയുന്നത് കുറേ കാര്യങ്ങൾ പറയുന്നല്ലോ. അതിപ്പം ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ചുമ്മാ ആളുകൾ സങ്കല്പിച്ചതായിരിക്കും. പക്ഷേ അനുഭവം ഉള്ളവർക്ക് അറിയാൻ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കും. അത് മനസ്സിലായി വരുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി പൊങ്ങണം തോന്നിട്ട് നമ്മൾ പാളായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുക. തറയിൽ നിൽക്കുന്ന നമ്മളൊരു ഇഞ്ചങ്ങ് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ഹ്യൂമൻ ആവുമല്ലോ. പിന്നെ എല്ലാവരും ചതഞ്ഞ് പിടിച്ച് പൊങ്ങി നിൽക്കുന്നു. ആകാശകമന ഭൂമിയിലെത്തും തൊടാതെ ഒരാളായിട്ട് അങ്ങ് പൊങ്ങി നിന്നോളൂ. അങ്ങനെ എടുത്താലും അതുണ്ടല്ലോ. ഈ ഫ്ലൈയിങ് അല്ലാതെ, ലെവിറ്റേഷൻ അല്ലാതെ ഇങ്ങനെയും പൊങ്ങുമല്ലോ. ഈ 2 പോസിബിലിറ്റി അതിനകത്ത് കിടക്കും. അപ്പോൾ അങ്ങനെ പാരാനോർമൽ പോസിബിലിറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. എന്നിട്ട് ഇയാളുടെ പ്രാക്ടീസ് കംപ്ലീറ്റ്ലി ഷാർപ്പായി ഫോക്കസ്ഡായി എന്ത് നോക്കിയാലും അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർജിച്ചിരുന്നു. അപ്പോൾ ഏത് കാര്യം നോക്കിയാലും അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതായി മാറുക. അപ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിദ്ധി മാനിഫെസ്റ്റ് ചെയ്യും, ഈ ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട്.